താങ്ക് ഗോഡ്. സ്തോത്രം. അറിയാലോ, രതീഷാണേ. പെട്ടെന്നുണ്ടായ വലിയൊരു ട്രാഫിക് ജാമിൽ പെട്ടുപോയ അവസ്ഥ. മുൻപോട്ട് പോകണം, പക്ഷേ കഴിയത്തില്ല. റോഡ് മുഴുവൻ വാഹനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഒരിഞ്ച് അനങ്ങാൻ പറ്റത്തില്ല. എന്നാൽ പിന്നെ വീട്ടിൽ പോയി സ്വസ്ഥമായിരിക്കാമെന്ന് വെച്ചാൽ പിന്നോട്ട് എടുക്കാനും പറ്റത്തില്ല. പിന്നിലും ധാരാളം വാഹനങ്ങൾ തിങ്ങി നിറഞ്ഞായിരിക്കുന്നു. ഡോറ് തുറക്കുന്നു, പുറത്തിറങ്ങുന്നു, എന്ത് ചെയ്യണമെന്ന് അയ്യോയ്യോ വല്ലാത്തൊരവസ്ഥ. നാം കാണുകയും അറിയുകയും ചെയ്യുന്ന ഒരുപക്ഷെ നമ്മുടെ തന്നെ ആത്മീയ ജീവിതത്തെക്കുറിച്ചായി പറഞ്ഞ് ആഗ്രഹിച്ചതൊക്കെ നേടണമെന്നുണ്ട്. അതിനുവേണ്ടിയാണ് ഇറങ്ങി തിരിച്ചത്. പക്ഷേ മുൻപോട്ട് പോകുവാൻ കഴിയുന്നില്ല, പെട്ടുപോയി. എന്നാൽ പിന്നെ ഇനി ഒന്നും വേണ്ട എന്ന് വെച്ച് തിരികെ പോകാൻ അതിനും പറ്റുന്നില്ല. അവിടെ തന്നെ കിടക്കിയ കുരുക്കിൽ. ആരെ പോലെ? ആ മനുഷ്യനെ പോലെ. അതേക്കുറിച്ചാണ് ഇന്ന് പകൽ ദൈവകൃപയിൽ ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത്. അപ്പോൾ വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ വചന സന്ദേശത്തിനൊപ്പമായിരുന്നാട്ടെ. ചിലർ കുരുക്കിനകത്തായതുപോലെ മുമ്പോട്ടും പോകുവാൻ പറ്റുന്നില്ല, ഒന്നും വേണ്ടെന്ന് വെച്ച് പിന്നിലോട്ടും പോകുവാൻ പറ്റുന്നില്ല. ആ അവസ്ഥയിൽ നിന്ന് പുറത്തു വന്ന് എത്തേണ്ട ലക്ഷ്യത്തിൽ എത്തുവാൻ പോകുക. ഓ സ്തോത്രം. ഒരു ഷോർട്ട് കട്ട് ഉണ്ടാകുക. ആമേൻ. ആ കുരുങ്ങി കിടക്കുന്നിടത്ത് നിന്ന് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന ഒരു ഷോർട്ട് കട്ട് യേശുവിൻ നാമത്തിൽ. ഇന്ന് ചിലർ ആ വഴിയെ വേഗത്തിൽ എത്തേണ്ട സ്ഥാനത്ത് എത്തുവാൻ പോകുക. വേഗത്തിൽ പ്രാപിക്കേണ്ടത് പ്രാപിച്ചെടുക്കുവാൻ പോകുക. അപ്പോൾ പ്രാർത്ഥന കുറയ്ക്കേണ്ട, വിശ്വാസവും. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം 2 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ഞാൻ ആ പറഞ്ഞ മനുഷ്യനെ, ട്രാഫിക് ജാമിനകത്ത് പെട്ടുപോയതുപോലെ ആ കുരുക്കിനകത്തായിപ്പോയ മനുഷ്യനെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. 2-ാമത്തെ വാക്യം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: യെരുശലേമിൽ ആട്ടുവാതിൽക്കൽ ബെഥേസ്ദ എന്ന എബ്രായ പേരുള്ള ഒരു കുളമുണ്ടായിരുന്നു. ആ കുളത്തിൻ്റെ കരയിൽ നാനാവ്യാധിക്കാരായ അനേകർ, കുരുടന്മാരുണ്ട്, മുടന്തന്മാരുണ്ട്, ക്ഷയരോഗികളുണ്ട്, കുഷ്ഠരോഗികളുണ്ട്. ഇങ്ങനെ അന്ന് സമൂഹത്തിൽ നിലവിലുള്ള സകലമാന രോഗികളും അവിടെയുണ്ട്. അവിടെ ഒരു മനുഷ്യൻ ആ കുരുക്കിൽ പെട്ടുകിടക്കുകയാണ്. ചില മിനിറ്റുകളോ മണിക്കൂറുകളോ ദിവസങ്ങളോ അല്ല, മണിക്കൂറുകൾ നമ്മെ വൈകിപ്പിക്കുന്ന എറണാകുളത്തെ തിരക്ക് പിടിച്ച യാത്ര നിങ്ങളിൽ പലരും ചെയ്തിട്ടുണ്ടായിരിക്കാം. ദിവസങ്ങൾ തന്നെ ചിലപ്പോൾ വഴിയിലാക്കി കളയുന്ന ട്രെയിൻ യാത്രയും ചെയ്തിട്ടുണ്ടായിരിക്കാം. അതുപോലൊരു ബ്ലോക്ക് അല്ല, 38 വർഷമായി അയ്യോ പുള്ളി ഈ ബ്ലോക്കിനകത്ത് പെട്ടുകിടക്കുക. അപ്പോൾ പുള്ളി വന്നത് വളരെ പ്രതീക്ഷയോടെ, ഈ വാഹനവും എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയതുപോലെ വേഗത്തിൽ എത്തേണ്ടടുത്ത് എത്തണം, ആ കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തണം, സന്തോഷമായിട്ട് തിരിച്ചു വരണം. പോവും, സുഖം പ്രാപിക്കും, തിരികെ വരും. ഈ രോഗത്തിൽ നിന്ന് സുഖം പ്രാപിക്കണം, സന്തോഷത്തോടെ പോവുക. അവിടെ പോയപ്പോൾ പുള്ളിയുടെ സന്തോഷം വർദ്ധിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ. എന്താ? ധാരാളം പേര് അവിടെ കടന്നു വരുന്നുണ്ട്. ഓരോ ദിവസത്തിലും പ്രഭാതത്തിൽ ദൂതൻ കുളത്തിൽ വരുന്നുണ്ട്, കുളം കലക്കുന്നുണ്ട്, ഇറങ്ങുന്നവരൊക്കെ കയറിപ്പോകുന്നുണ്ട്. പ്രതീക്ഷ വർദ്ധിക്കുകയാണ്. വാഹനവും കൊണ്ട് റോഡിലിറങ്ങി. ഹർത്താലും സമരവും ഒന്നുമല്ല, എല്ലാ വണ്ടികളും പോകുന്നുണ്ട്. സന്തോഷം. വിളിച്ചു ചോദിച്ചു, അവിടെ പോയാൽ മതി, കാര്യങ്ങളൊക്കെ ഓക്കെയാ. എല്ലാം ഉണ്ട്. കൺമുമ്പിൽ തന്നെ വിടുതലുണ്ട്. കടന്നു വന്ന് വിടുതൽ പ്രാപിച്ച് അനേകർ പോകുന്നുണ്ട്. ദിവസങ്ങൾ ഒന്നൊന്നായി കഴിയെ ഈ പുള്ളിക്കൊരു കാര്യം മനസ്സിലായി. തനിക്കൊപ്പമുള്ള ഒത്തിരി പേർ വെള്ളത്തിൽ ഇറങ്ങി കയറിപ്പോകുന്നുണ്ട്, പക്ഷെ എനിക്ക് അവരെ പോലെ ഇറങ്ങി കയറിപ്പോകുവാൻ കഴിയുന്നില്ല. വളരെ പ്രതീക്ഷയോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നു. നമ്മുടെ വിഷയങ്ങളുമായിട്ട് തന്നെ ഇതിനൊരു വിടുതൽ. അയ്യോ, അനേകർ പറയുന്നുണ്ട് യേശു വിടുവിക്കും. അനേകരുടെ സാക്ഷ്യം കേൾക്കുന്നുണ്ട്. യേശോപ്പൻ സൗഖ്യമാക്കി, യേശോപ്പൻ കടത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു, യേശോപ്പൻ ജോലി സ്ഥലത്ത് മാനിച്ചു, യേശോപ്പൻ തലമുറകൾ അനുഗ്രഹിച്ചു. അയ്യോ, ആ യേശോപ്പൻ എന്നെയും അനുഗ്രഹിക്കും, എന്നെയും സൗഖ്യമാക്കും, എന്നെയും വിടുവിക്കും, എൻ്റെ തലമുറകളെയും പിടിക്കപ്പെട്ട സ്ഥാനത്ത് നിന്ന് എൻ്റെ ദൈവം പുറത്തു കൊണ്ടുവരും. സന്തോഷത്തോടെ തുടങ്ങിയതാ. പ്രാർത്ഥിച്ചു തുടങ്ങിയ നാളുകളിലൊക്കെ എന്ത് ആവേശമായിരുന്നു അല്ലേ? സാക്ഷ്യം പറയുന്നതിനെ കുറിച്ചേ ചിന്തിക്കാനുള്ളൂ. അയ്യോ, ഞാൻ പ്രാർത്ഥിച്ചു, യേശു എനിക്ക് വേണ്ടി വലിയത് ചെയ്തു, ഒരുപാട് പേരെടുത്ത് ഞാൻ സാക്ഷ്യം പറയും. എന്നാൽ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ വീണ്ടും സാക്ഷ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അനേകർ വിടുവിക്കപ്പെടുന്ന സാക്ഷ്യങ്ങൾ കേൾക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ മാത്രം അത് സംഭവിക്കുന്നില്ല. അതെന്താണ്? മുമ്പിൽ വിടുതലുണ്ടെന്നേ. സ്തോത്രം. യേശു എന്ന വിടുതൽ മുമ്പിലുണ്ട്, യേശു എന്ന പരിഹാരം മുമ്പിലുണ്ട്, യേശു എന്ന തീർപ്പ് മുൻപിലുണ്ട്.
യേശുവെന്ന അനുഗ്രഹം മുൻപിലുണ്ട്, യേശുവെന്ന നന്മ മുൻപിലുണ്ട്. പക്ഷേ പ്രാപിക്കുവാൻ കഴിയുന്നില്ല. അതാ ആ പുള്ളിക്കാരൻ കിടക്കുന്നത് പോലെ തന്നെ. കുറച്ചായപ്പോൾ പുള്ളിക്ക് ഒരു കാര്യം മനസ്സിലായി, ആരെങ്കിലും എടുത്ത് വെള്ളത്തിൽ ഇറക്കിയാലേ എനിക്ക് പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ. അല്പം വിഷമത്തോടെയാണെങ്കിലും നമ്മളും അത് ഉൾക്കൊണ്ടു. ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ചുറ്റുപാടുമൊക്കെ നോക്കി ആരെങ്കിലും സഹായിക്കാനുണ്ടോ? ആരുമില്ല. അപ്പോൾ നിങ്ങളെ സഹായിക്കുവാൻ കഴിയുമെന്ന് ഉറപ്പുള്ളവർക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഒരുപക്ഷെ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിങ്ങളിൽ പലരും പ്രാർത്ഥിക്കുന്നത് പോലെ ആ വരുന്നവൻ എന്നെ വെള്ളത്തിൽ ഇറങ്ങുവാൻ സഹായിക്കും. പ്രതീക്ഷയോടെ നോക്കും. ഓരോരുത്തരിലേക്കും അവൻ എന്നെ വെള്ളത്തിലേക്ക് ഇറക്കും. ഞാൻ സൗഖ്യമായി മടങ്ങിപ്പോകും. അയ്യോ, ഇവരോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് സൗഖ്യമാകും. ഞാനായിരിക്കുന്ന വിഷയങ്ങളിൽ നിന്ന് പുറത്തു വരും. അയ്യോ, ഇത് തന്നെയാണ്, ഇതെനിക്ക് ആദ്യം മനസ്സിലായില്ല. ഇങ്ങനെ ഈ മനുഷ്യൻ നോക്കുകയാ, എന്നെ ഇവരാരെങ്കിലും എടുത്തിറക്കും. പക്ഷേ വിചാരിച്ചതുപോലെ ആരും എടുത്തിറക്കുന്നില്ല. പലരോടും ചേർന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, പല നിലകളിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥനയുടെ അളവ് കൂട്ടി, ഉപവാസം കൂട്ടി, ബൈബിൾ വായന കൂട്ടി. അയ്യോ, ഇപ്പോൾ ബൈബിൾ പഠനത്തിൽ വരെ എത്തി. പലരും PhD ഒക്കെ എടുത്തു. വിഷയം നിത്യതയും സ്വർഗവും ഒക്കെ നല്ലതാണ്. അങ്ങനെയായി. എന്നിട്ടും വിഷയത്തിന് മാത്രം വിടുതലില്ല. പ്രശ്നം അങ്ങനെ തന്നെ നിൽക്കുന്നു. ദിവസങ്ങൾ കഴിയെ കഴിയെ പ്രതീക്ഷ മങ്ങി മങ്ങി മങ്ങി. ഒരു കാര്യം ബോധ്യമായി, എൻ്റെ ജീവിതത്തിൽ ഇതൊന്നും നടക്കത്തില്ല. ഒത്തിരി പേരെ കാണുന്നുണ്ട്, പറയുന്നുണ്ട്, അവർക്ക് മാത്രം ലഭിക്കുന്നു. പ്രാർത്ഥിക്കുന്ന അനേകർ വിടുതൽ പ്രാപിക്കുന്ന സാക്ഷ്യങ്ങളെ ഇടതടവില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാനത് കേൾക്കുന്നുണ്ട്, ഞാനത് കാണുന്നുണ്ട്. കുളത്തിൽ മുങ്ങി അനേകർ സൗഖ്യമായി കടന്നു പോകുന്നത് ഞാൻ കാണുന്നുണ്ട്. പക്ഷേ സഹോദരി, നീ കരയുക. എൻ്റെ കുടുംബത്തിനകത്ത് മാത്രം ഒരു സമാധാനമില്ല, സ്വസ്ഥതയില്ല. എൻ്റെ ഭർത്താവ് മാത്രം മാറുന്നില്ല, എൻ്റെ ഭാര്യ മാത്രം മാറുന്നില്ല, ഞങ്ങളുടെ കുടുംബം മാത്രം തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് പോകുന്നു. മടുത്തു തുടങ്ങിയിരിക്കുന്നു. എൻ്റെ ജോലി കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നതൊന്നും നേടുവാൻ കഴിയത്തില്ല. ഒത്തിരിയായി പ്രാർത്ഥിക്കുന്നു. ശത്രുക്കളുടെ എണ്ണം കൂടുന്നതല്ലാതെ, കടം പെരുകുന്നതല്ലാതെ, പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതല്ലാതെ, ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഒന്നും പൂർത്തീകരിക്കപ്പെടുന്നില്ല. നിന്ദയായി, പരിഹാസമായി വേണ്ടപ്പെട്ടവർക്ക്, സ്വന്തം ബന്ധങ്ങൾക്ക്, ഒപ്പമുള്ളവർക്ക് അതേ അവ്വിധത്തിൽ മാറിയിരിക്കുന്നു. തലമുറകളുടെ ജീവിതം തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. കഷ്ടതയാണ്. നല്ലതൊന്നും അവരിൽ നിന്ന് കാണുവാനില്ല. എഴുതുന്ന പരീക്ഷകളിലെല്ലാം പരാജയപ്പെടുന്നു. ജയിച്ചാൽ തന്നെ ആഗ്രഹിക്കുന്ന നിലയിൽ മുൻപോട്ട് പോകുവാൻ കഴിയുന്നില്ല. അവർ ആഗ്രഹിക്കുന്ന നിലയിൽ അവരെ എത്തിക്കുവാനോ പഠിപ്പിക്കുവാനോ കഴിയുന്നില്ല. പലവിധമാകുന്ന കൂട്ടുകെട്ടുകൾ, ചെറിയ ചെറിയ ദുശീലങ്ങളിൽ തുടങ്ങി വലിയ വലിയ ശീലങ്ങളിൽ അടിമപ്പെട്ട് മാതാപിതാക്കളെ പോലും മറന്ന് സമൂഹത്തിന് വെറുപ്പായി തലമുറകൾ മാറിയിരിക്കുന്നു. അനുഗ്രഹമാകുമെന്ന് കരുതി തുടങ്ങിയ ബിസിനസ് അത് തകർച്ചയായി, കടമായി, കടത്തിനുമേൽ കടമായി. അയ്യോ, പുറത്തിറങ്ങുവാൻ കഴിയാത്ത അവസ്ഥ. പെട്ടെന്ന് സുഖമാകുമെന്ന് പറഞ്ഞു തുടങ്ങിയതാ, ചികിത്സയാ, പ്രാർത്ഥനയാ. അയ്യോ, ഒരു ഫലവുമില്ല. രോഗം ശരീരത്തെ കാർന്നു തിന്നുന്നു. ഇനി എത്ര നാൾ ജീവിക്കുവാൻ കഴിയുമെന്ന് പോലും അറിയത്തില്ല. അതേ, ഇതിലും ഭേദം ജീവിതം അങ്ങ് അവസാനിച്ചാൽ മതി. ഔവിധത്തിൽ മനസ്സ് മടുത്തായിരിക്കുന്ന അവസ്ഥ. ഈ വണ്ടി വിട്ടിട്ട് എങ്ങോട്ടെങ്കിലും ഇറങ്ങി ഓടിയാൽ മതിയെന്ന് ആ ട്രാഫിക് ജാമിനകത്ത് പെട്ടുപോകുന്നവർ ചിന്തിക്കുന്നത് പോലെ തന്നെ ആ രോഗിയും അങ്ങനെ ചിന്തിക്കുന്ന അനുഭവത്തിലേക്ക് എത്തിച്ചേർന്നു. തുടർന്ന് ചോദ്യങ്ങളുമില്ല, പരാതി പറച്ചിലില്ല, പിറുപിറുപ്പില്ല, അവിടെ തന്നെ ചുരുണ്ടുകൂടി. അല്ലേ? ഇപ്പം പരാതി പറയാനും വയ്യ, കുറ്റം പറയാനും വയ്യ, ആരോടും ചോദിക്കാനും വയ്യ, പ്രാർത്ഥിക്കാനും വയ്യ. അങ്ങ് പെട്ട് കിടക്കുക. ഈ വിശ്വാസത്തിലേക്ക് ഇറങ്ങി തിരിച്ചു. പലരുടെയും സങ്കടം അത് ഇനി തിരിച്ചു പോകാൻ പറ്റത്തില്ല. എനിക്ക് അവന്മാർ കല്ലെറിയും. നീ എന്തൊക്കെ പറഞ്ഞല്ലേ ഇറങ്ങി തിരിച്ചത്. മുമ്പോട്ടാണെങ്കിൽ ആ കുളക്കടവിൽ തന്നെ കിടക്കുക 38 വർഷമായി. ഒന്ന് ചിന്തിച്ച് നോക്കിയേ പ്രിയരെ. നിങ്ങൾ കിടക്കുന്ന കിടപ്പ് തന്നെ ചിലപ്പോൾ ഒരു മാസമായിരിക്കാം, 2 മാസമായിരിക്കാം, വർഷമായിരിക്കാം, 1-2 വർഷമായിരിക്കാം. നിങ്ങൾ എത്രമാത്രം അത് ബാധിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ആ മനുഷ്യനെ വിടുതലിനെ കുറിച്ച് ചിന്തിക്കുവാൻ പോലും കഴിയാത്ത വിധത്തിൽ ആ മനുഷ്യൻ ആകപ്പാടെ മാറിയിരിക്കുന്നു. എന്തൊരു ദുരന്തകരമായ അവസ്ഥ. എല്ലാം തീർന്നു എന്ന് സ്വയം ചിന്തിച്ച, അവനെ അറിയുന്നവർ ഉറപ്പിച്ച, അതെ, അവൻ ഇനി പുറത്തു വരത്തില്ല. ആ കുളക്കടവിൽ തന്നെ അവൻ ഇറങ്ങി തിരിച്ച് ആ അങ്ങും ഇങ്ങും എത്താത്ത പകുതി വഴിയിൽ തന്നെ അവൻ ഒടുങ്ങിപ്പോകുമെന്ന് ഒപ്പമുള്ളവർ പറഞ്ഞ സ്ഥാനത്ത്
ഓ സ്തോത്രം. അവനെ തേടി വരിക നസ്രനായ യേശു. വന്ന് ചോദിക്കുക, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? 6-ാമത്തെ വാക്യം. 7-ാമത്തെ വാക്യത്തിൽ അതിന് കർത്താവേ, എനിക്ക് വിടുതൽ പ്രാപിക്കണം എന്ന് പറയുവാനുള്ള വിശ്വാസം പോലും നഷ്ടപ്പെട്ട് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച, തനിക്ക് നേടിയെടുക്കുവാൻ കഴിയാത്ത ആ വിടുതലിനെ മാത്രം ഓർത്തായിരിക്കുന്ന അവസ്ഥ. അതെ, ആ മനുഷ്യനെ യേശു കിടക്ക എടുത്ത് നടക്കുന്നവനാക്കി മാറ്റി. ഈ പകലിലും എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുങ്ങളെ, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നീണ്ട നാളുകളുടെ കുരുക്കിൽപ്പെട്ട അവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് പറയുവാനുണ്ടായിരിക്കും. വിശ്വാസം പോലും നഷ്ടപ്പെട്ടു പോയ, ഇനി ഒരു വിടുതലിനെ കുറിച്ച് ചിന്തിക്കുവാൻ കഴിയാത്ത അവസ്ഥയായിരിക്കാം നിങ്ങൾക്കുള്ളത്. എന്നാൽ നിങ്ങളെ വിടുവിക്കുവാൻ ആരുമില്ലാത്ത സ്ഥാനത്ത് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ യേശു വരിക. ആ ട്രാഫിക് ജാമിൽ നിന്ന് നിങ്ങൾ എത്തേണ്ട സ്ഥാനത്ത് എത്തുവാൻ തക്കവണ്ണം ഒരു ഷോർട്ട് കട്ട് എൻ്റെ ദൈവം വെട്ടിത്തരിക യേശുവിൻ നാമത്തിൽ. ഈ പകലിൽ കിടക്കുന്ന ചിലർ കിടക്കയെടുത്ത് നടക്കുവാൻ പോകുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആ രോഗശൈലിയിലായിരിക്കുന്ന ചിലർ നീണ്ട വർഷങ്ങളായി സൗഖ്യമാകുവാൻ കഴിയാതെ പലവിധമാകുന്ന ചികിത്സകൾ ചെയ്ത് പല നിലകളിൽ ബാധിക്കപ്പെട്ട് ശാരീരികമായി മാനസികമായി തകർന്നുകൊണ്ടിരിക്കുന്ന ചിലർ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകിയ. ഓ താങ്ക് യു ലോർഡ്. ഓ യേശു വന്നിട്ടുണ്ട്. പ്രാർത്ഥിക്കുക സഹോദര, പ്രാർത്ഥിക്കുക സഹോദരി. ആ രോഗക്കിടക്കയിൽ നിന്ന് നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ, കിടക്കയെടുത്ത് നിന്നെ നടത്തുവാൻ നീ പ്രതീക്ഷിച്ച് ആർക്കും അതിന് കഴിയാതിരുന്നപ്പോൾ, നിന്റെ പ്രാർത്ഥനകൾ അതിന് പര്യാപ്തമല്ലാതായി തീർന്നു എന്ന് നീ ചിന്തിച്ചപ്പോൾ, അതേ തിരികെ പോകുവാൻ കഴിയാതെ വിശ്വാസ ജീവിതത്തിൽ പകുതി വഴി ഞാൻ പെട്ടുപോയല്ലോ എന്ന് നീ ചിന്തിച്ച സ്ഥാനത്തു നിന്ന് നിന്നെ സൗഖ്യമെന്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാൻ യേശു വന്നിട്ടുണ്ട്. ഓ താങ്ക് ഗോഡ്. സഹോദരി, സഹോദര, നിന്റെ കുടുംബ ജീവിതത്തെ പണിതുയർത്തുവാൻ യേശു വന്നിട്ടുണ്ട്. അതേ, നിന്റെ അടുക്കൽ യേശു വന്നിട്ടുണ്ട്. അവിശ്വാസത്തിന്റെ വാക്കുകളെ കളയ്. ആമേൻ. ആരും എനിക്കൊപ്പം ഇല്ലായിരുന്നു, എന്നെ സഹായിക്കുവാൻ എൻ്റെ സഹോദരങ്ങളില്ലായിരുന്നു, എനിക്ക് ഇപ്പം നിൽക്കുവാൻ ആരുമില്ലായിരുന്നു. അതുകൊണ്ട് ഈ ഭവനത്തിനകത്ത് ഒരു അടിമയെ പോലെ മറ്റുള്ളവരുടെ ഉപദ്രവം സഹിക്കുവാൻ, ആട്ടും തുപ്പും ഏറ്റുവാങ്ങുവാൻ തക്കവണ്ണം ഞാൻ പെട്ടുപോയി. പരിതാപം പറയുവാനല്ല. ഓ സ്തോത്രം. യേശുവിൻ്റെ മുഖത്തേക്ക് നോക്ക്. ഓ സ്തോത്രം. നീ പണിയപ്പെടുക. തകർന്നു പോയ നിന്റെ കുടുംബ ജീവിതം പണിയപ്പെടുക യേശുവിൻ നാമത്തിൽ. ശത്രു തകർത്ത് കളഞ്ഞതിനെ എൻ്റെ കർത്താവ് ഇന്ന് പകലിൽ പണിതുയർത്തുന്ന കൃപയ്ക്കായി. നീ ആഗ്രഹിച്ചത്, വിവാഹ നാളുകളിൽ നീ കണ്ട സ്വപ്നം, നിന്റെ പ്രാർത്ഥന, അതേ അത് സബലീകരിക്കപ്പെടുവാൻ പോകും യേശുവിൻ നാമത്തിൽ. നീ കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചത് സഹോദര വെറുതെയല്ല. തകർന്നു പോയ നിന്റെ കുടുംബത്തെ എൻ്റെ ദൈവം പണിതുയർത്തും. ആമേൻ. മാതാവേ, പിതാവേ, മക്കളെ ചൊല്ലി കരഞ്ഞ് ജീവിതം തീർന്നായിരിക്കുന്നുവോ? അയ്യോ, ഇനി എന്ത് നല്ലത് ഞാൻ പ്രതീക്ഷിക്കും ദൈവദാസനെ? ഇനി എന്ത് നല്ലതാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്നത്? അതിനുള്ള മറുപടിയല്ല. യേശുവിൻ്റെ ശബ്ദം നീ കേൾക്കുക. നിന്റെ തലമുറകൾ വിടുവിക്കപ്പെടുവാൻ പോകുക. ആ മദ്യപാന ബന്ധനത്തിൽ നിന്ന്, ആ കൂട്ടുകെട്ടുകളിൽ നിന്ന്, മാതാവായി പിതാവായി നിന്നെയും നിന്റെ ഭർത്താവിനെയും കാണുവാൻ കഴിയാത്ത വിധത്തിൽ കുരുടന്മാരായി പോയ, പിടിക്കപ്പെട്ടു പോയ നിന്റെ തലമുറകൾ വിടുവിക്കപ്പെടുക യേശുവിൻ നാമത്തിൽ. അവർ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് അവരെൻ്റെ കർത്താവ് പുറത്തു കൊണ്ടുവരിക. അവർ ആ ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരുക. ഓ ജയിച്ചിട്ടും നല്ല ജോലികൾ ലഭിക്കാതെ ഭവനത്തിനകത്ത് കെട്ടപ്പെട്ടു പോയ നിന്റെ തലമുറകളെ എൻ്റെ കർത്താവ് പുറത്തു കൊണ്ടുവരിക. എത്തേണ്ട സ്ഥാനത്ത് അവർ ചോദിക്കുന്നുണ്ട്. നീ പ്രാർത്ഥിക്കുവാൻ പറയുമ്പോൾ നിന്റെ വിശ്വാസത്തെ പോലും ചോദ്യം ചെയ്തുകൊണ്ട്, അമ്മ പ്രാർത്ഥിച്ചിട്ട് എന്തായി? ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എന്തായി? നിങ്ങളുടെ കണ്ണുനീർ ആ ദൈവം കണ്ടില്ലല്ലോ. യോ, മനുഷ്യർ നിങ്ങളുടെ കണ്ണുനീർ കണ്ടിട്ടില്ലായിരിക്കാം. മാതാവേ, പിതാവേ, ആർക്കും നിങ്ങളുടെ വേദനയുടെ ആഴം അറിയുവാൻ കഴിയുന്നില്ലായിരിക്കാം. എന്നാൽ എൻ്റെ യേശുവിന് നിങ്ങളായിരിക്കുന്ന അവസ്ഥ അറിയാം. അവൻ കടന്നു വരും. ഓ സ്തോത്രം. ഇന്ന് എൻ്റെ യേശു നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. ആ വീണുപോയ സ്ഥാനത്തു നിന്ന്, പരാജയത്താൽ വീണുപോയ സ്ഥാനത്ത് നിന്ന് തലമുറകൾ പുറത്തു വരുവാൻ പോകുക. ആ ബാധ്യതയിൽ വീണുപോയ സ്ഥാനത്ത് നിന്ന് അതേ നിങ്ങളുടെ തലമുറകളെ എൻ്റെ ദൈവം പുറത്തു കൊണ്ടുവരുവാൻ പോകുക. ആ ബാധ്യതയിൽ വീണുപോയ നിങ്ങളുടെ ആ തൊഴിലിനെ, നിങ്ങളുടെ ആ നന്മകളെ യേശുവിൻ നാമത്തിൽ ആ ബിസിനസ്സിൻ്റെ കർത്താവ് പുറത്തു കൊണ്ടുവരുവാൻ പോകുക. ആമേൻ. യേശു വരുമെന്നേ. പ്രാർത്ഥിച്ചു കിട്ടിയില്ല, ഓക്കെ. സഹായിക്കേണ്ടവർ സഹായിച്ചില്ല, ശരിയാണ്. യേശു വരും. ആമേൻ. നാളെ എത്ര കഴിഞ്ഞാലും, കാലം എത്ര കഴിഞ്ഞാലും, ഇനി ഞാൻ കാത്തിരിക്കുന്നത് കൊണ്ട് എന്തർത്ഥമെന്ന് ചോദിക്കുന്ന പ്രിയരെ, നിങ്ങളോട് തന്നെ യേശു വരും. യേശു വരും. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരും. ട്രാഫിക് ജാം ആയിരിക്കാം, മുമ്പോട്ടും പിൻപോട്ടും പോകുവാൻ കഴിയാത്ത അവസ്ഥയായിരിക്കാം. എങ്കിലും യേശു വഴിയൊന്നു വെട്ടും നിന്നെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാൻ.
സെരുബാബേലിന് മുമ്പിൽ മഹാപർവ്വതം സമഭൂമി ആയതുപോലെ വഴിമുടക്കി നിൽക്കുന്ന പർവ്വതങ്ങളെ സമഭൂമിയാക്കി നിന്നെ എത്തേണ്ട സ്ഥാനത്ത് എത്തിക്കുവാൻ തക്കവണ്ണം എൻ്റെ യേശു നിന്റെ ജീവിതത്തിൽ വരിക. ആമേൻ. അപ്പോ യേശു വന്നിട്ടുണ്ട്. ഗെറ്റ് റെഡി. മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ ഇത് ചെയ്യും. ഈ മെസ്സേജ് നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലൊരു പ്രാർത്ഥനാ വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ പ്രൈസ് ഓഫ് ഫാമിലിയിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. തളർന്നു പോകാതെ യേശു നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് വരെ, നിങ്ങളെ എഴുന്നേൽപ്പിച്ചെത്തേണ്ട സ്ഥാനത്ത് എത്തിക്കുന്നത് വരെ നിങ്ങൾക്കൊപ്പം നിൽക്കുവാൻ കർത്താവ് ഞങ്ങളെ പ്രയോജനപ്പെടുത്തും. അതിനായി വേഗത്തിൽ ആ ഒരു ഒക്കേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തുന്നതിനായി നിങ്ങളെ ഒരുക്കുവാൻ ഞങ്ങളെ കർത്താവ് പ്രാപ്തരാക്കി തീർക്കും. എന്താ കണ്ടോ? ഞങ്ങളുടെ വിശ്വസ്ത കർത്താവ് നല്ല ദൈവമേ, അനുഗ്രഹീതമായ നല്ല പകൽക്കാലം. കുരുക്കിനകത്തായി പോയവർ, പുറത്തു വരുവാൻ കഴിയാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുവാൻ കഴിയാതെ, പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട് നിരാശയോടെ ആയിരിക്കുന്ന ആ സഹോദരൻ, ജോലി സ്ഥലത്തായിരിക്കുന്ന സഹോദരൻ, നിന്നോട് തന്നെ കർത്താവ് നിനക്ക് ലക്ഷ്യത്തിലെത്തുവാൻ തക്കവണ്ണം ഷോർട്ട് കട്ട് ഉണ്ടാക്കിയ, വഴി വെട്ടുക യേശുവിൻ നാമത്തിൽ. നിന്നെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് എത്തേണ്ട സ്ഥാനത്ത് എത്തിക്കുക. ആ ജോലി സ്ഥലത്ത് നഷ്ടപ്പെട്ട ജോലിയെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെട്ടായിരിക്കുന്ന നിന്നോട് തന്നെ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി താങ്ക് യു ലോർഡ്. തൊഴിൽ മേഖലകൾ അനുഗ്രഹിക്കപ്പെടുക. തൊഴിൽ മേഖലകളിൽ വീണുപോയവർ എഴുന്നേൽക്കുക. പുതിയ ജോലികൾ ലഭിക്കുവാൻ പ്രാർത്ഥിച്ചാട്ടെ യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കട്ടെ. തൊഴിൽ സംബന്ധമായുള്ള സകല ഞെരുക്കങ്ങൾ മാറട്ടെ. സമൃദ്ധി ഉണ്ടാകട്ടെ. ആഗ്രഹിക്കുന്നതിലും പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായി സമൃദ്ധിയുടെ അനുഭവം. എല്ലാ ദാരിദ്ര്യങ്ങളും മാറിപ്പോകട്ടെ. എല്ലാ ഇല്ലായ്മകളും മാറിപ്പോകട്ടെ. എല്ലാ നിരാശകളും, എല്ലാ ഭയപ്പാടുകളും, എല്ലാ ഞെരുക്കങ്ങളും മാറട്ടെ. യേശു കടന്നു വരിക. ചിലതിനെ മാറ്റിക്കളയുവാൻ, ചില അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ, അതേ മാതാവേ, അതേ പിതാവേ, നിങ്ങളുടെ ജീവിതത്തിൽ ആർക്കും ചെയ്യുവാൻ കഴിയാത്തത് ചെയ്യുവാൻ യേശു കടന്നു വരിക. തലമുറകൾ അനുഗ്രഹിക്കപ്പെടുക. ആ റിസൾട്ട് ഉണ്ടാകുക. ജോലികൾ കിട്ടുക. മത്സര പരീക്ഷകൾ എഴുതി മറ്റു പല രാജ്യങ്ങളിലേക്കും നിങ്ങളുടെ തലമുറകൾ എത്തുവാൻ പോകുക. സഹോദരി, ആ എക്സാമിനായുള്ള നിന്റെ ഒരുക്കത്തെ കർത്താവ് അനുഗ്രഹിക്കുക. സ്തോത്രം. നീ ജയിക്കുവാൻ പോകുക യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി കുടുംബജീവിതങ്ങൾ പണിയപ്പെടുക യേശുവിൻ നാമത്തിൽ. കുടുംബങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്. മദ്യപാന, വ്യഭിചാര, വെറിക്കൂത്തുകൾ യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ആത്മീയമായി, ഭൗതികമായി ഇവർ വർദ്ധിച്ചു വരട്ടെ. സ്വന്തമായി പലതും ഉണ്ടാകട്ടെ. വസ്തുക്കൾ ഉണ്ടാകട്ടെ. വീടുകൾ ഉണ്ടാകട്ടെ. പണികൾ പൂർത്തീകരിക്കപ്പെടട്ടെ. ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ. നന്മകളെ തടഞ്ഞു വയ്ക്കുന്ന വെല്ലുവിളികൾ അഴിഞ്ഞു മാറട്ടെ. അവകാശങ്ങളെ തടഞ്ഞു വയ്ക്കുന്ന വെല്ലുവിളികൾ അഴിഞ്ഞു മാറട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. വലിയ സാക്ഷ്യത്തിനായി ഒരുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോൾ മറക്കാൻ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും ദൈവം അനുവദിച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാം പിന്നെയും ഒരുമിച്ചായിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 11 മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും. ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രൈസർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക. പാസ്റ്റർ രതീഷ് JS, മൊബൈൽ നമ്പർ 8921632290. സിസ്റ്റർ വിജി രതീഷ്, മൊബൈൽ നമ്പർ 7561838946. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രൈസർ ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക.